ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുക, പവർ പ്ലേ ഓവറുകളിൽ പരമാവധി റൺസ് സ്കോർ ബോർഡിൽ ചേർക്കുക. കഴിഞ്ഞ IPL സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഫലപ്രദമായി മൈതാനത്ത് നടപ്പിലാക്കിയ സ്ട്രാറ്റജിയാണിത്. ഇരു ടീമുകളും ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തതും ഈ വിസ്ഫോടന ബാറ്റിംഗ് കരുത്തിലായിരുന്നു. വിവിധ ഫ്രാഞ്ചൈസികളുടെ പുതിയ സീസണിലെ ഓപ്പണിംഗ് സഖ്യം എങ്ങനെയാകും? കരുത്തിൽ മുന്നിലുള്ള ടീം ഏതാണ്? ബിഗ് ഹിറ്റർമാർ മാത്രമല്ല, കളിക്കളത്തിലെ സ്ഥിരതയാർന്ന പ്രകടനവും ഇത്തവണ താരലേലത്തിൽ ഓരോ ടീമിൻ്റെയും ഓപ്പണിംഗിലേക്കുള്ള സെലക്ഷനിൽ പരിഗണനാ വിഷയമായി. 10 ടീമുകളുടെയും ഓപ്പണിംഗ് ജോഡി പരിശോധിക്കാം. കഴിഞ്ഞ സീസൺ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഇക്കുറി ഇന്നിംഗ്സ് തുടങ്ങുമ്പോൾ ഒരു വശത്ത് സുനിൽ നരൈൻ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. സ്ഥാനക്കയറ്റം ലഭിച്ചെത്തിയ വിൻഡീസ് താരത്തിൻ്റെ തകർപ്പനടി കഴിഞ്ഞ സീസണുകളിലെ പല മത്സരങ്ങളിലും KKRന്റെ വിജയത്തിൽ നിർണായകമായിരുന്നു. ഒരു കാലത്ത് ബോളിംഗ് ഓപ്ഷൻ മാത്രമായിരുന്ന നരൈൻ പൊടുന്നനെ ഒരു പവർ ഹിറ്ററായി പരിവർത്തിക്കപ്പെടുന്ന കാഴ്ച ഇന്ത്യൻ മൈതാനങ്ങളാണ് ആദ്യം കണ്ടത്. നരൈൻ നേടുന്ന ഓരോ റണ്ണും പിന്നെ KKRന് ബോണസ് ആയിരുന്നു. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് താരത്തിനൊപ്പം കട്ടക്ക് കൂടെ നിന്ന ഇംഗ്ലീഷ് താരം ഫിൽ സാൾട്ട് ഇത്തവണ KKRനൊപ്പമില്ല. ഇതോടെ പകരം ആരായിരിക്കും എത്തുക? മെഗാ താരലേലത്തിൽ ചാമ്പ്യന്മാർ ഇതിനൊരു പരിഹാരം കണ്ടു. ക്വിന്റൺ ഡീകോക്ക്. ദീർഘകാലമായി കുട്ടി ക്രിക്കറ്റിൽ ഓപ്പണിംഗ് റോളിൽ ഇറങ്ങി പരിചയമുള്ള ഈ ദക്ഷിണാഫ്രിക്കൻ ഇടങ്കയ്യൻ ബാറ്റർക്കാകും ഇക്കുറി പ്രഥമ പരിഗണന. മുൻ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിലും താരം ഇതേ പൊസിഷനിലാണ് കളിച്ചിരുന്നത്. അതുമല്ലെങ്കിൽ അഫ്ഗാൻ താരം റഹ്മാനുല്ലാ ഗുർബാസിനാകും നറുക്ക് വിടുക. മുമ്പ് സാൾട്ട് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ പകരം അവസാന മാച്ചുകളിൽ ഓപ്പണറായി ഇറങ്ങിയത് ഗുർബാസ് ആയിരുന്നു. KKRന്റെ ക്യാപ്റ്റനാകും എന്ന് സൂചനയുള്ള അജിൻക്യ രഹാനെ, വെങ്കിടേഷ് അയ്യർ എന്നിവരിൽ ആരെങ്കിലും നരൈനൊപ്പം ഇറങ്ങിയാലും അത്ഭുതപ്പെടാനാകില്ല. മെഗാ താരലേലത്തിന് മുമ്പ് തന്നെ കൺഫേമായ ഓപ്പണിംഗ് ജോഡി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെതാണ്. ഇന്ത്യൻ യങ് സെൻസേഷൻ അഭിഷേക് ശർമ്മയും ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ബാറ്റർ ട്രാവിസ് ഹെഡും ആദ്യ ഓവർ മുതൽ എതിർ ടീം ബോളർമാർക്ക് ഭീഷണി സൃഷ്ടിച്ച് ക്രീസിലുണ്ടാകും. കഴിഞ്ഞ സീസണിൽ ഇരുവരും തീർത്ത വിസ്ഫോടന ബാറ്റിംഗിൽ IPLലെ കൂറ്റൻ സ്കോർ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളാണ് കടപൊടുകിയത്. മാസങ്ങൾക്കിപ്പുറവും ഇരുവരും മികച്ച ഫോമിലാണ് എന്നതും ഓറഞ്ച് ആർമിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്നലെ മുഷ്താഖ് അലി ട്രോഫിയിൽ പഞ്ചാബിനായി 28 പന്തിൽ സെഞ്ചുറിയുമായി അഭിഷേക് റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു. T20യിലെ രണ്ടാമത്തെ അതിവേഗ സെഞ്ചുറിയാണ് താരം മേഘാലയക്കെതിരായ മത്സരത്തിൽ കുറിച്ചത്. ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ ശതകത്തിൽ ഉർവിൽ പട്ടേലിനൊപ്പം ഇടം പിടിക്കാനും ഈ 24-കാരനായി. സഞ്ജു സാംസൺ, യശസ്വി ജയ്സാൾ ഓപ്പണിംഗ് സഖ്യം. അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ സ്വപ്ന ജോഡിയെയാണ്. ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി സ്ഥാനക്കയറ്റം ലഭിച്ചത് മുതൽ ഫയർ മോഡിലാണ് സഞ്ജു. മലയാളി താരത്തിനൊപ്പം ജയ്സ്വാൾ കൂടി ചേരുന്നതോടെ പവർ പ്ലേയിൽ റണ്ണൊടുക്കും എന്നുറപ്പ്. കഴിഞ്ഞ സീസണിൽ ഇന്നിംഗ്സ് ആരംഭിച്ച ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് കൂടുമാറിയതോടെ ഒടിവ് വന്ന ഓപ്പണിംഗ് പൊസിഷനിലേക്കാണ് സഞ്ജു എത്തുക. വിരാട് കോഹ്ലിക്കൊപ്പം ആരാകും ഇക്കുറി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആരാധകരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഫിൽ സാൾട്ട് എന്ന ഇംഗ്ലീഷ് താരം. കഴിഞ്ഞ സീസണിൽ RCBയുടെ ഓപ്പണറും ക്യാപ്റ്റനുമായിരുന്ന ഫാഫ് ഡുപ്ലസീസിന് പകരക്കാരനായാണ് സാൾട്ട് ചിന്നസ്വാമിയിലെത്തുന്നത്. ഇംഗ്ലണ്ടിനായും T20യിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന സാൾട്ട് നിലവിൽ ICC T20 റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ്. രാജസ്ഥാനോട് ബൈ പറഞ്ഞ ജോസ് ബട്ട്ലറെ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ജേഴ്സികൾ കാണാം. വൃദ്ധിമാൻ സാഹയുടെ ഒടുവിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം ബട്ട്ലറാകും ഇന്നിംഗ്സ് ആരംഭിക്കുക. ബട്ട്ലറിനെ മധ്യനിരയിൽ പരീക്ഷിക്കാൻ മാനേജ്മെന്റ് തയ്യാറായാൽ സായ് സുദർശൻ ഓപ്പണറായി ഗില്ലിനൊപ്പം ഇറങ്ങും. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്കെതിരെ സായ് ഗിൽ ഓപ്പണിംഗ് സഖ്യം 210 റൺസിന്റെ റെക്കോർഡ് 1ാം വിക്കറ്റ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയിരുന്നു. ഇരുവരും ഈ മത്സരത്തിൽ സെഞ്ചുറി നേടിയാണ് കളം വിട്ടത്. ഹൈദരാബാദിന് പുറമെ ഓപ്പണിംഗ് സഖ്യത്തെക്കുറിച്ച് ഇതിനകം ഉറപ്പിച്ച് പറയാവുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലാണ്. ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവോൺ കോഡ്വേ കൂട്ടുകെട്ടാകും 2025 സീസണിൽ മുൻ ചാമ്പ്യന്മാർക്കായി ഇന്നിംഗ്സ് ആരംഭിക്കുക. കഴിഞ്ഞ തവണ പരിക്ക് കാരണം കോൺവേ നേരത്തെ മടങ്ങിയത് ടീമിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. കോൺവേക്ക് പകരം ഗെയ്ക്വാദിനൊപ്പം രച്ചിൻ രവീന്ദ്രയെ കൊണ്ടുവന്നുള്ള പരീക്ഷണം പാളുകയും ചെയ്തു. കോൺവേ മടങ്ങിയെത്തുന്നതോടെ ഇത്തവണ മിഡിൽ ഓർഡറിലാകും രച്ചിൻ കളിക്കുക. ലക്നൗ സൂപ്പർ ജയൻസ് ഉടമയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ടീം വിട്ട KL രാഹുൽ ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിൽ ഓപ്പണർ റോളിലെത്തും. രാഹുലിനൊപ്പം യുവ ഓസീസ് ബിഗ് ഹിറ്റർ ഫ്രൈസർ മക്കർക്കാകും സ്ഥാനം പിടിക്കുക. കഴിഞ്ഞ സീസണിൽ ഡൽഹിക്കായി വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്ത് ശ്രദ്ധ നേടിയ മക്കർക്കിനെ ഇത്തവണ RTM വഴിയാണ് ഡൽഹി നിലനിർത്തിയത്. ഓപ്പണിംഗ് റോളിൽ നിന്ന് KL രാഹുൽ മധ്യനിരയിലേക്ക് മാറുകയാണെങ്കിൽ ബംഗളൂരുവിനായി ഓപ്പണിംഗിൽ തിളങ്ങിയ
ഫാഫ് ഡുപ്ലസീസിനാകും അവസരമൊരുങ്ങുക. നിലവിലുള്ള സ്ക്വാഡിൽ പൊളിച്ചെടുത്ത് നടത്തിയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ വരവ്. KL രാഹുലും ഡീകോക്കുമെല്ലാം ഗ്രൗണ്ട് വിട്ടതോടെ ഓപ്പണിംഗിൽ സർപ്രൈസ് ശക്തിയാകും LSG അവതരിപ്പിക്കുക. റെക്കോർഡ് തുകയ്ക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്ത് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന സൂചനയാണ് ഉടമ സഞ്ജീവ് ഗോയങ്ക നൽകിയത്. പന്തിന് കൂട്ടായി ദക്ഷിണാഫ്രിക്കൻ താരം എയ്ഡൻ മാർക്കറും എത്തും. ബോളിംഗിൽ ബുംറ, ബോൾ, ചഹാർ എന്ന BBC സഖ്യവുമായി ഇറങ്ങുന്ന മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഓപ്പണിംഗിൽ എന്തായിരിക്കും കരുതി വെക്കുന്നത്? രോഹിത് ശർമ്മയ്ക്കൊപ്പം കഴിഞ്ഞ സീസണിൽ ഓപ്പൺ ചെയ്ത ഇഷാൻ കിഷൻ ഇത്തവണ നീലപ്പടക്കൊപ്പമില്ല. ഇതോടെ രോഹിത്തിനൊപ്പം മുംബൈ വെടിക്കെട്ടിന് തിരികൊളുത്താനുള്ള ചുമതല ഇംഗ്ലീഷ് താരം വിൽ ജാക്സൺ ആയിരിക്കും. കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനായി മിന്നും പ്രകടനം നടത്തിയ ഇംഗ്ലീഷ് ബാറ്ററെ 5.25 കോടിക്കാണ് മുംബൈ കൂടാരത്തിലെത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ നിന്ന് അടിമുടി മാറ്റവുമായാണ് പഞ്ചാബ് കിങ്സിന്റെ വരവ്. ഓപ്പണിംഗിൽ പ്രഭ്സിമ്രൻ സിംഗിനൊപ്പം ജോഷ് ഇംഗ്ലീഷ് ആകും കളത്തിലിറങ്ങുക. കഴിഞ്ഞ തവണ ജോണി ബെയർസ്റ്റോ ആയിരുന്നു പഞ്ചാബിൽ ഓപ്പണർ റോളിൽ ഉണ്ടായിരുന്നത്. ശ്രേയസ് അയ്യർ, നേഹൽ വധേര തുടങ്ങി സർപ്രൈസ് ഓപ്പണിംഗ് സഖ്യം എത്താനുള്ള സാധ്യതയുമുണ്ട്.